ഹായ് ഹലോ ഡിയർ ലോ ആസ്പിരൻസ് ലോമിനൻസ് ജോബ് സെക്യൂരിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നടത്താൻ പോകുന്നത് ഇന്നലെയും ഇന്നുമായിട്ട് നടന്ന കുസാറ്റ് 3 ഇയർ LLBയുടെയും 5 ഇയർ LLBയുടെയും ഒരു എക്സാമിനേഷൻ അനാലിസിസ് ആണ് നമ്മൾ നടത്താൻ പോകുന്നത്. നമ്മുടെ കുട്ടികൾ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, ഭയങ്കര ഈസി ആയിരുന്നു എക്സാം എന്ന് പറഞ്ഞിട്ട്. പല എലമെൻറ്റുകളും ഇപ്പോൾ ലീഗലാണെങ്കിലും മറ്റേ ഏരിയയൊക്കെ ആണെങ്കിലും ഭയങ്കര സിമ്പിളാണെന്ന് പറഞ്ഞിട്ട് കുട്ടികൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഡയറക്റ്റായിട്ട് തന്നെ നമ്മൾ ഈ കുസാറ്റ് പേപ്പറിൻ്റെ ഒരു അനാലിസിസിലേക്ക് പോവുകയാണെങ്കിൽ 5 ഇയർ എക്സാം ആണെങ്കിലും 3 ഇയർ എക്സാം ആണെങ്കിലും നമുക്കൊരു 120 മുതൽ 130 വരെ ചോദ്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് പിടിക്കാൻ പറ്റുന്ന നിലയ്ക്കുള്ള ചോദ്യപേപ്പർ തന്നെയാണ് വന്നിട്ടുള്ളത്. അതിൽ 3 ഇയറിലേക്ക് വരികയാണെങ്കിൽ അതൊരു 100 മുതൽ 120 ചോദ്യങ്ങളും, അല്ലെങ്കിൽ 5 ഇയറിലേക്ക് വരികയാണെങ്കിൽ ഒരു 110 മുതൽ 125 ചോദ്യങ്ങളും വരെ പിടിക്കാവുന്ന പേപ്പറായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. 137ഓളം ക്വസ്റ്റ്യനൊക്കെ അറ്റൻഡ് ചെയ്ത കുട്ടികളുണ്ട് എന്ന് നമ്മളടുത്ത് പറയുന്നുണ്ട്. കാരണം ആ രീതിയിലാണ് പേപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പൊതുവിൽ തന്നെ നമുക്ക് എക്സാമിൻ്റെ ഒരു അനാലിസിസ് നടത്തുകയാണെങ്കിൽ നമുക്ക് പറയാം ഒരു ഈസി ടു മോഡറേറ്റ്ലി ഈസി എന്നുള്ള ഒരു പാറ്റേൺ ആണ് ഇത്തവണ നമുക്ക് വന്നിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. കുട്ടികളുടെ ഫീഡ്ബാക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഈ വീഡിയോയുടെ ഒരു അടുത്ത ഭാഗത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഓരോ സബ്ജക്റ്റ് എക്സ്പേർട്സും ലോമിനൻസ് ജോബ് സെക്യൂരിറ്റിയുടെ ഓരോ സബ്ജക്ട്സ് എക്സ്പേർട്സും വന്നിട്ട് നിങ്ങൾക്ക് അതത് ഏരിയകളിൽ വന്ന ചോദ്യങ്ങളും അതിൻ്റെ ഒരു അനാലിസിസും എങ്ങനെയാണ് കുട്ടികൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങളാരും ഇപ്പോൾ ആദ്യത്തെ ഒരു പരീക്ഷ എഴുതിയ ആളുകളായിരിക്കും നിങ്ങളിൽ പലരും. നിങ്ങളാരും വറീഡ് ആവണ്ട. നിങ്ങൾ എഴുതിയ കേരളത്തിലെ LLB എൻട്രൻസുകളിലെ ആദ്യത്തെ ഏറ്റവും വലിയ പരീക്ഷയാണ് കുസാറ്റ്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങളൊരിത്തിരി ഇതിൻ്റെ പെർഫോമൻസിൽ ഒരിത്തിരി പുറകോട്ടോ മറ്റോ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രിപ്പറേഷനിൽ കുറച്ചൊന്ന് വീക്ക് ആയതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങളൊരു സിസ്റ്റമാറ്റിക് കോച്ചിങ്ങോ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രിപ്പറേഷനോ നടത്തുകയാണെങ്കിൽ വലിയൊരു സ്കോറിലേക്ക് തന്നെ ഇനി വരാൻ പോകുന്ന കണ്ണൂർ യൂണിവേഴ്സിറ്റി ആണെങ്കിലും മറ്റ് എക്സാമുകളാണെങ്കിലും ഏറ്റവും അവസാനം നടക്കാൻ സാധ്യതയില്ല. അപ്പോൾ ക്ലീ ഒക്കെ കുറേ കൂടി കഴിഞ്ഞിട്ടാണ് നടക്കുക. അപ്പോൾ ക്ലീ പോലുള്ള പരീക്ഷകളിൽ നിങ്ങൾക്ക് നല്ല സ്കോർ നേടാൻ സാധിക്കും. അതിന് നിങ്ങൾക്ക് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ലോമിനൻസ് ജോബ് സെക്യൂരിറ്റിയോടൊപ്പം നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. ലോമിനൻസ് ജോബ് സെക്യൂരിറ്റിയുടെ പുതിയ ബാച്ച് മെയ് 15 ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസും രജിസ്ട്രേഷൻസും ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. പ്രോപ്പറായൊരു പ്രിപ്പറേഷനോട് കൂടി തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലീ പോലുള്ള പരീക്ഷകൾക്ക് ഇനി തയ്യാറെടുക്കാം. അപ്പോൾ ഇന്നത്തെ കുസാറ്റ് ഒരു ഇത്തിരി വീക്കായി പോയി എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഒരു മക്കളും പേടിക്കേണ്ട കാര്യമില്ല. ലോമിനൻസ് ജോബ് സെക്യൂരിറ്റിയോടൊപ്പമാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഇനി വരാൻ പോകുന്ന എക്സാംസൊക്കെ നമുക്ക് അടിപൊളിയാക്കാം. അപ്പോൾ കുസാറ്റിൻ്റെ പേപ്പറിൻ്റെ അനാലിസിസ് ആണ് നമ്മളിനി ഈ വീഡിയോയുടെ ഒരു അടുത്ത ഭാഗത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓരോരോ സബ്ജക്റ്റ് എക്സ്പേർട്സ് വന്നിട്ട് കൺസേൺഡ് ഏരിയയിലുള്ള അവരുടെ ക്വസ്റ്റ്യൻസും എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് സംവദിക്കും. ലെറ്റ്സ് സീ. അപ്പോൾ നമ്മൾ 5 ഇയർ LLB കുസാറ്റിലെ ലീഗൽ ഏരിയയുടെ ഒരു അനാലിസിസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ആദ്യം ചെയ്യാൻ പോകുന്നത്. ലീഗൽ ഏരിയ ഇത്തവണ ഭയങ്കര ഈസി ആയിരുന്നു. ഇപ്പോഴും അത് എൻ്റെ കയ്യിൽ ഈ ഫോൺ നിൽക്കുമ്പോൾ കുട്ടികൾ ഇത് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റുന്നുണ്ട്. ലീഗൽ ഈസി ആയിരുന്നു എന്ന് പറഞ്ഞത് അത്തരത്തിൽ വളരെ എളുപ്പമായിട്ടുള്ള പേപ്പറായിട്ട് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവിടെ കോൺസ്റ്റിറ്റ്യൂഷനാണ് കൂടുതൽ ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യമേ പറഞ്ഞ കാര്യമാണ്, നമ്മൾ എല്ലാ മോക്ക് ടെസ്റ്റുകളിലും ജോബ് സെക്യൂർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജോബ് സെക്യൂർ മക്കൾക്ക് വേണ്ടി നടത്തിയ എല്ലാ മോക്ക് ടെസ്റ്റിലും നമ്മൾ എങ്ങനെയാണോ ലീഗലിൻ്റെ പാറ്റേൺ സെറ്റ് ചെയ്തിരുന്നത് കോൺസ്റ്റിയിൽ കൂടുതൽ ചോദ്യങ്ങൾ വരും, IPC നിന്നും കോൺട്രാക്റ്റിനും 1-2 ചോദ്യങ്ങൾ വരും. അത്തരത്തിലൊരു പാറ്റേൺ ആണ് നമ്മൾ അന്നേ പിടിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെയാണ് ഇത്തവണ 5 ഇയർ LLB കുസാറ്റിലെ ലീഗലിൽ വന്നിട്ടുള്ളത്. ഭയങ്കര ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്നാണ് മക്കൾ പറഞ്ഞത്. ഓരോ ക്വസ്റ്റ്യൻസിൻ്റെയും അനാലിസിസ് നമ്മുടെ കുട്ടികൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഓരോരുത്തരും സബ്ജക്റ്റ് എക്സ്പേർട്സ് വന്നിട്ട് ഇവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ BNS ഏത് ആക്ടിനെയാണ് റീപ്ലേസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞങ്ങളുടെ ഗൈഡിൽ ലോമിനൻസ് ജോബ് സെക്യൂരിറ്റിയുടെ ഗൈഡിൽ വളരെ എക്സ്ക്ലൂസീവായിട്ട് ഞങ്ങളൊരു പുതിയ ചാപ്റ്റർ തന്നെ പുതിയ മാറി വരുന്ന ക്രിമിനൽ നിയമങ്ങളെക്കുറിച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ഗൈഡ് വാങ്ങി പഠിച്ച മക്കൾക്കും ഞങ്ങളോടൊപ്പം പഠിച്ച മക്കൾക്കും അത് വളരെ കൃത്യമായിട്ട് അറിയാം. കാര്യം ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തിരുന്നു. കാരണം രാജ്യത്തെ നിയമങ്ങൾ മാറുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു മത്സര പരീക്ഷയ്ക്കോ അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഗൈഡും മറ്റും വാങ്ങി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ മാറി വരുന്ന നിയമങ്ങൾ അതിലുണ്ടോ എന്നുള്ളതും കൂടി നിങ്ങൾ എൻഷുർ ചെയ്യണം. കാരണം ജൂലൈ 1 ശേഷമാണ് ഇനി ക്ലീൻ നടക്കാൻ പോകുന്നത്. ജൂലൈ 1 പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വരാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസിനെ BNSലേക്കും BNSSലേക്കും BSAയിലേക്കും കൂടി ഉൾപ്പെടുത്തുന്നത് വളരെ നന്നായിരിക്കും. അത്തരത്തിൽ BNS ഈ വർഷം കുസാറ്റിൽ ഒരു ചോദ്യം വന്നു. അത് വളരെ നല്ലൊരു ക്വസ്റ്റ്യനുമാണ്. ഏത് നിയമത്തിനെയാണ് റീപ്ലേസ് ചെയ്തത്, IPCക്ക് പകരമാണ് BNS വന്നത് എന്നുള്ള ഉത്തരം വരുന്ന ഒരു ചോദ്യമായിരുന്നു. പിന്നീട് വരികയാണെങ്കിൽ കാവിയേറ്റ് ടെംപ്റ്റർ കഴിഞ്ഞ 5 ദിവസങ്ങളായിട്ട് നമ്മുടെ കുട്ടികൾക്ക് കൊടുത്ത മോക്ക് ടെസ്റ്റിലെ അതേ ക്വസ്റ്റ്യൻ കാവിയേറ്റ് ടെംപ്റ്റർ അങ്ങനെ തന്നെ വന്നു. അവിടെ തിരിച്ച് ചോദിച്ചു അവർ. അതായത് ഓപ്ഷൻസിൽ ഞങ്ങൾക്ക് തന്നിരുന്ന സാധനം ചോദ്യത്തിൽ പറഞ്ഞ സാധനം ഓപ്ഷൻസിലുമായിട്ട് തന്നിട്ട് കാവിയേറ്റ് ടെംപ്റ്റർ ചോദിച്ചു. കുട്ടികൾ വളരെ എളുപ്പമായിട്ട് തന്നെ അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്തി എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് വലിയ സന്തോഷമാണ്. ലീഗൽ ടേംസിൽ റെസിപ്സാലൊക്കെ ഇട്ട് ചോദിച്ചു. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ, തിങ് ദാറ്റ് സ്പീക്സ് ഫോർ ഇറ്റ് സെൽഫ് എന്ന് പറയുന്നത്. അമെൻമെൻറ്റിൻ്റെ ആർട്ടിക്കിൾ ചോദിച്ചു. കോൺസ്റ്റിറ്റ്യൂഷൻ
ഇൻസ്റ്റിറ്റ്യൂഷന് ചോദിക്കാവുന്ന വളരെ നല്ല ചോദ്യങ്ങളിലൊന്നാണ്. അമെൻഡ് ചെയ്യുന്നതിൻ്റെ ആർട്ടിക്കിൾ ഏതാണെന്നുള്ളത്. ഇൻഫർമേഷൻ റൈറ്റ് ഏത് ആർട്ടിക്കിളുടെ ഉള്ളിലാണ് വരുന്നത്, ഫണ്ടമെൻ്റൽ റൈറ്റിൽ എവിടെയാണ് വരുന്നതെന്ന് ചോദിച്ചു. കോൺട്രാക്റ്റിൻ്റെ എസെൻഷ്യൽസ് ഞാൻ അന്നേ പറഞ്ഞിരുന്നു. കോൺട്രാക്റ്റ് അല്ല കുസാറ്റിൽ ഉണ്ടാവുക, ടോർട്ട് അല്ല കുസാറ്റിൽ ഉണ്ടാവുക. 1-2 ചോദ്യങ്ങൾ വന്നാലായി എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. 1-2 ക്വസ്റ്റ്യൻസ് മാത്രമേ കോൺട്രാക്റ്റ് ടോർട്ട് പോലുള്ള ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ളൂ. അവിടെ എസെൻഷ്യൽസ് ഓഫ് കോൺട്രാക്റ്റ് എന്നാണ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. താഴെ തന്നതിൽ ഏതാണ് എസെൻഷ്യൽ അല്ലാത്തത് എന്നാണ് ചോദ്യം എന്നാണ് മക്കൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലായിട്ടുള്ളത്. ലിസ്പെൻഡൻസ്, ലീഗൽ ടേംസിലൊക്കെ വരുന്ന മാക്സിംസിൻ്റെയൊക്കെ ഏരിയയിൽ നിന്ന് ലിസ്പെൻഡൻസ് എന്ന് പറയുന്ന ഒരു സംഗതി ചോദിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ് പെൻഡിങ് സ്യൂട്ട് അല്ലേ, പെൻഡിങ് ലിറ്റിഗേഷൻ, ഇതിനെയാണ് നമ്മൾ ലിസ്പെൻഡൻസ് എന്ന് പറയുക. ജോബ് സെക്യൂരിറ്റിയുടെ ഗൈഡിൽ ഞങ്ങൾ വരാൻ സാധ്യതയുള്ള ലീഗൽ ടേംസ് എന്ന് പറഞ്ഞ് ഉൾപ്പെടുത്തിയ ഒരു 70 to 102 ലീഗൽ ടേംസ് ഉണ്ട്. അതിലുള്ള ലീഗൽ ടേംസ് മാത്രമേ ഇത്തവണ കുസാറ്റിൽ 5 ഇയറിലും ചോദിച്ചിട്ടുള്ളൂ, 3 ഇയറിലും ചോദിച്ചിട്ടുള്ളൂ. പിന്നെ രാജ്യസഭാ മെമ്പറുടെ മിനിമം ഏജ് ഒക്കെ എത്രയോ തവണ കുട്ടികൾ വർക്കൗട്ട് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. പിന്നെ പറയാനുള്ളത് കൂടുതലും ഒരു വളരെ ജനറലായിട്ടുള്ള സാമാന്യ നിലയ്ക്ക് ഒരു കുട്ടി പ്രിപ്പയർ ചെയ്ത് പോകുമ്പോൾ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ലീഗൽ ഏരിയയുടെ 5 ഇയർ നമ്മളൊരു അനാലിസിസ് നടത്തുമ്പോൾ അത് വളരെ സിമ്പിളായിരുന്നു. 5 ഇയറിൻ്റെ ലീഗൽ പാർട്ട് വളരെ സിമ്പിളായിരുന്നു. അതുകൊണ്ട് ഒരു കാരണവശാലും ലീഗൽ ആയിരിക്കില്ല ഇത്തവണത്തെ ഡിറ്റർമിനിങ് എലമെൻറ്റ്. കാരണം കോൺസ്റ്റിറ്റ്യൂഷനെക്കുറിച്ച് ബേസിക് ധാരണയുള്ള ഏതൊരു കുട്ടിക്കും ആ ഭാഗങ്ങളൊക്കെ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, അതായത് കൃത്യമായി പഠിച്ചു പോയ കോച്ചിങ് എടുത്ത ഒരു കുട്ടിയാണെങ്കിൽ ലീഗൽ ഈസിലി ക്ലിയർ ചെയ്യാനുള്ള എല്ലാ സാധ്യതയും 5 ഇയറിൽ ഉണ്ട്. 3 ഇയർ കുസാറ്റ് LLBയുടെ ലീഗൽ പേപ്പറിൻ്റെ ഒരു അനാലിസിസ് നടത്തുകയാണെങ്കിൽ അതും ഇത് തന്നെയാണ് പറയാനുള്ളത്. 50 ചോദ്യങ്ങൾ വന്നു എന്നുള്ളത് കൊണ്ട് ഒരു കാരണവശാലും അത് ടഫല്ല. അത് മുന്നേ അങ്ങനെ തന്നെയായിരുന്നല്ലോ. 3 ഇയറിൽ 50 ചോദ്യങ്ങൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതൊരു പാറ്റേൺ ചേഞ്ച് ഒന്നുമല്ല. കുറേ കുട്ടികൾ പ്രിപ്പയർ ചെയ്ത് പോയവർ 5 ഇയറിൻ്റെ പേപ്പർ നോക്കിയിട്ട് 25 ചോദ്യങ്ങളെ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ എന്ന് നമ്മളെടുത്ത് പുറത്തുള്ളവരൊക്കെ പറഞ്ഞു. പക്ഷേ അത് നമ്മളെ കുട്ടികൾക്ക് കൃത്യമായിട്ട് അറിയാം 50ഓളം ചോദ്യങ്ങൾ 3 ഇയറിൽ വരുമായിരുന്നു. അതിൽ തന്നെ ഷാബാനു ബാനു കേസ് വളരെ സിമ്പിളായിട്ടുള്ള കേസാണ്. സുപ്രിയോ ചക്രവർത്തി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, നമ്മൾ പറഞ്ഞതാണ് ഈ വർഷം സെയിം സെക്സ് മാരേജ് കേസ് ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. റേഷ്യോ ഡെസിഡൻറ്റി, ഇങ്ങനെയുള്ള വളരെ സിമ്പിളായിട്ടുള്ള ലീഗലിലെ ക്വസ്റ്റ്യൻസ് ആണ് 3 ഇയറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെയും ഒരു പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്ത പ്രോപ്പറായിട്ടുള്ള കോച്ചിങ് എടുത്ത ഒരു കുട്ടിക്ക് ലീഗൽ 3 ഇയറിലാണെങ്കിലും 5 ഇയറിലാണെങ്കിലും വളരെ സിമ്പിൾ തന്നെയായിരുന്നു. നിങ്ങൾ ഇപ്പം ക്യുസാറ്റിൻ്റെ ലീഗലിൻ്റെ അനാലിസിസ് കേട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ലോജിക്കൽ റീസണിങ് ഏരിയയിലേക്കാണ് കടക്കുന്നത്. നമുക്കറിയാം 50 ക്വസ്റ്റ്യൻസ് വന്നിരുന്ന ഒരു ഏരിയയാണ് ലോജിക്കൽ റീസണിങ്. മുൻകാലങ്ങളിലെ എക്സാംസിനെ പോലെ തന്നെ അതേ പാറ്റേണിൽ വരുന്ന ക്വസ്റ്റ്യൻസാണ് ഈ വർഷവും ലോജിക്കൽ റീസണിങ്ങിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പം മുൻകാലങ്ങളിലെ പ്രീവിയസ് പേപ്പേഴ്സ് 15ഓളം പ്രീവിയസ് പേപ്പേഴ്സിലൂടെ പോയിട്ടുള്ള 6 മോക്ക് ടെസ്റ്റിലൂടെ പോയിട്ടുള്ള ജോബ് സെക്യൂർ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ ടെസ്റ്റ് വളരെ ഈസി ആയിരുന്നു എന്നാണ് കുട്ടികൾ പൊതുവെ വിലയിരുത്തുന്നത്. ലോജിക്കൽ റീസണിങ് ഏരിയയിൽ 50 ക്വസ്റ്റ്യൻസിൽ 45 ക്വസ്റ്റ്യൻസും വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന വിധത്തിലാണ് കുട്ടികൾ പൊതുവെ വിലയിരുത്തിയിട്ടുള്ളത്. ഇതിനകത്ത് ഏജ്, റാങ്കിങ്, ഓർഡർ ആൻഡ് പൊസിഷൻ, ആവറേജ്, നമ്പർ സീരീസ്, ഈ ഏരിയയിൽ നിന്നൊക്കെ ധാരാളം ക്വസ്റ്റ്യൻസ് വന്നു. ബ്ലഡ് റിലേഷനിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസോളം 2 ക്വസ്റ്റ്യൻസ് വന്നു. അതേപോലെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് എന്നുള്ള ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഈ വർഷം വന്നതായിട്ട് കാണുന്നില്ല. അതേപോലെ ഗ്രൂപ്പിംഗ് ആൻഡ് അറേഞ്ച്മെൻറ്റിലും വലിയ പാസേജ് തന്നിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ആ ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻ കുറവായിരുന്നു. പക്ഷേ സില്ലോജിസം ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ഏരിയയിൽ നിന്ന് റീസൺ അസേർഷൻ ചോദിച്ചു. പക്ഷെ പൊതുവെ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കഴിഞ്ഞ വർഷത്തെ 2022 ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കുറവായിരുന്നു. പക്ഷേ താരതമ്യേന നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ വർഷത്തെ എക്സാം വളരെ ഈസി ആയിരുന്നു എന്ന് തന്നെ വിലയിരുത്താൻ പറ്റും. കഴിഞ്ഞ ദിവസം നടന്ന 3 ഇയർ LLB എക്സാമിനേഷൻ, 3 ഇയറിൻ്റെ ക്യുസാറ്റ് LLB എൻട്രൻസ് എക്സാമിനേഷനെ പറ്റി നോക്കുകയാണെങ്കിൽ 25 ക്വസ്റ്റ്യൻസ് ആണ് ആ ഏരിയയിൽ ലോജിക്കൽ റീസണിങ് ഏരിയയിൽ നിന്ന് വരാറുള്ളത്. അതിൽ മുൻകാലങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ പോലെ തന്നെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് അടക്കമുള്ള ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടായിരുന്നു ക്വസ്റ്റ്യൻ. അതും താരതമ്യേന ഈസി ക്വസ്റ്റ്യൻ ആയിട്ടാണ് കുട്ടികൾ പൊതുവെ വിലയിരുത്തിയിട്ടുള്ളത്. യെസ്, അപ്പോൾ നമ്മൾ ലീഗൽ ആൻഡ് ലോജിക്കൽ റീസണിങ്ങിൻ്റെ അനാലിസിസ് കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് GK കറണ്ട് അഫയേഴ്സ് ക്യുസാറ്റ് 2024 എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നോക്കാം. കേട്ടെടുത്തോളം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതും അതുപോലെ തന്നെ മന്ത്ലി GK ഡൈജസ്റ്റിലായിട്ടൊക്കെ കൊടുത്തിട്ടുള്ളതിൽ തന്നെയാണ് മെജോറിറ്റി ക്വസ്റ്റ്യൻസും വന്നതെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഒരു ഔട്ട് ഓഫ് 25 ക്വസ്റ്റ്യൻസ് ഒരു 17 to 22 ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് ആണ് GK കറണ്ട് അഫയേഴ്സിൽ വന്നിട്ടുള്ളതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വന്ന ക്വസ്റ്റ്യനിലേക്ക് നോക്കുന്ന സമയത്ത് റിപ്പബ്ലിക് ഡേ 2024 റിലേറ്റഡ് ആയിട്ട് 2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതിലെ ചീഫ് ഗസ്റ്റ് ആരായിരുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യനും ഉണ്ട്. അതുപോലെ തന്നെ തീം എന്താണെന്നുള്ള ക്വസ്റ്റ്യനും വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ക്ലാസ്സിൽ റിപ്പബ്ലിക് ഡേയുടെ ആ ഒരു January 26th ടൈമിൽ വളരെ കൃത്യമായിട്ട് തന്നെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു.
ഈ 2 ക്വസ്റ്റ്യനും ക്ലാസ്സിൽ ഇരുന്ന ആളുകൾക്കും അതുപോലെ തന്നെ നമ്മുടെ ഡൈജസ്റ്റ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകൾക്കും ചെയ്യാൻ പറ്റുന്നതായിരുന്നു. പിന്നീട് സ്പോർട്സ് റിലേറ്റഡ് കറണ്ട് അഫയേഴ്സിലേക്ക് വരുന്ന സമയത്ത് നമ്മളെല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് അറ്റ് ദി ഏജ് ഓഫ് 43 വേൾഡ് റെക്കോർഡ് ഇട്ട റോഹൻ ബൊപ്പന്ന റിലേറ്റഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതും നമ്മൾ ക്ലാസ്സിൽ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം സീരീസ് ആയിട്ടുള്ള GK വിത്ത് ഹരി സാറിലും വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു പോയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ബാക്കിയുള്ള GK ക്വസ്റ്റ്യൻസിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ ICC പ്ലെയർ ഓഫ് ദി ഇയർ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏഷ്യൻ നൊബേൽ എന്നറിയപ്പെടുന്ന മാക്സേസെ അവാർഡ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ത്രെഡ്സ് ആപ്പ് സോഷ്യൽ മീഡിയ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഫുൾ ഫോംസ് 1-2 ഫുൾ ഫോംസ് ചോദിച്ചതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. DNA, സെബി അതുപോലെ തന്നെ മറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ നന്നായിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓവറോൾ ഒരു GK കറണ്ട് അഫയേഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോച്ചിങ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത ആപ്പ്, നമ്മുടെ ലോ എമിനൻസിൻ്റെ ആപ്പ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഡൈജസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഒരു 17 to 20 ക്വസ്റ്റ്യൻസ് സിമ്പിളായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു GK കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു ക്യുസാറ്റിൽ ചോദിച്ചിട്ടുള്ളത് 2024. യെസ്, കുസാറ്റ് 5 ഇയർ LLBയിലെ ഇംഗ്ലീഷിൻ്റെ ഏരിയയുടെ ഒരു അനാലിസിസ് നടത്തുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഭയങ്കര ഒരു ഈസി എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ഭയങ്കരമായിട്ട് കുട്ടികളെ ബുദ്ധിമുട്ടിച്ചതായിട്ടും കുട്ടികളാരും പറഞ്ഞിട്ടില്ല. കാരണം ഇപ്പോൾ ഇഡിയംസിൻ്റെ ഏരിയയൊക്കെ നമ്മൾ വളരെ കോമൺ ആയിട്ട് എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു ഏരിയയാണ് ഇഡിയംസ്, വൺ വേർഡ്, അതുപോലെ തന്നെ സ്പോട്ട് ദി എറർ പോലുള്ള സംഗതികളൊക്കെ. അത് നമ്മുടെ മോക്ക് ടെസ്റ്റിലാണെങ്കിലും മുൻ പേപ്പറുകളിലാണെങ്കിലും നമ്മൾ കുട്ടികൾ ചെയ്ത ടെസ്റ്റുകളിലാണെങ്കിലും ഒക്കെ ഇതിൽ നിന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഇംഗ്ലീഷിൽ ഇഡിയംസ് ഇത്തവണ വന്നത് 2ഓളം ഇഡിയംസ് ആണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള ഇഡിയംസ് ആണ്. മാൻ ഓഫ് ദി സ്ട്രോ ആണെങ്കിലും ക്യാച്ച് ദി ടാറ്റാർ ആണെങ്കിലും, ക്യാച്ച് ദി ടാറ്റാർ ഒത്തിരി കൺഫ്യൂസിംഗ് ആണ്, പക്ഷേ മാൻ ഓഫ് ദി സ്ട്രോ ഒക്കെ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഇഡിയം തന്നെയാണ്. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് ഒരു ചോദ്യം പോലും വന്നില്ല. അത് വേണമെങ്കിൽ ഒരു മാറ്റമാണെന്ന് പറയാൻ കാര്യം മുൻ വർഷങ്ങളിൽ 5ഓളം ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഒരു 3ഓളം ചോദ്യങ്ങൾ വരുന്ന ഏരിയയായിരുന്നു വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. ജമ്പിളിൽ നിന്ന് 5ഓളം ചോദ്യങ്ങൾ വരാറുണ്ടായിരുന്നിടത്ത് 1 വന്നുള്ളൂ. അത് കുറച്ച് ടഫായിട്ടുള്ള ഏരിയ ആണല്ലോ പൊതുവേ കുട്ടികൾക്ക്. അവിടെ ഒരു ചോദ്യം വരുമ്പോൾ അത് എളുപ്പമാവാനാണ് സാധ്യതയുള്ളത്. ഗ്രാമർ റിലേറ്റഡ് GK അതൊരു ഡിഫറെൻറ്റ് സ്ഥിരമായി വരുന്ന ഒരു സംഗതിയല്ല ഗ്രാമർ റിലേറ്റഡ് GK എന്നുള്ളത്. അതായത് ഇപ്പോൾ സിമിലി എന്ത്, മെറ്റഫർ എന്ത് തുടങ്ങിയ കാര്യം, അതായത് ഇംഗ്ലീഷിലെ തന്നെ ഒരു തിയറി പാർട്ട് ചോദിക്കുന്നതിന് സമാനമാണ്. പിന്നെ ആക്റ്റീവ് പാസീവ് നോർമലി 5 ഉണ്ടാവാറുണ്ട്. അത് അത്ര ക്വസ്റ്റ്യൻസ് ഇത്തവണ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വളരെ യൂഷ്വൽ ആയിട്ടുള്ള ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് തന്നെയാണ് 5 ഇയർ കുസാറ്റ് LLBയിൽ വന്നിട്ടുള്ളത്. ഇനി പാസേജുകളിലേക്ക് വരികയാണെങ്കിൽ 2 പാസേജുകൾ വന്നു. ഒന്ന് വളരെ ഈസിയാണ് എന്നാണ് മക്കൾ പറഞ്ഞിട്ടുള്ളത്, ഒന്നിരിത്തിരി ഡിഫിക്കൽട്ടാണ് എന്നും പറഞ്ഞു. ഇനി 3 ഇയർ ഇംഗ്ലീഷിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഇഡിയംസ് ചോദിച്ചിരിക്കുന്ന അണ്ടർ ദി ക്ലൗഡ് എന്നുള്ള ഇഡിയം, അതൊക്കെ വളരെ സിമ്പിളായിട്ട് കുട്ടികൾക്ക് ആലോചിച്ചാൽ തന്നെ കിട്ടുന്നതാണ്. സ്പോട്ട് ദി എററിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സോ ഓവറോൾ ഇംഗ്ലീഷിൻ്റെ ഒരു സമ്മറി പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഈസി ആയിരുന്നില്ല, എന്നാൽ കുട്ടികളെ ആരെയും വലിയ അളവിൽ ബുദ്ധിമുട്ടിച്ചിട്ടുമില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മുടെ ഗൈഡ് വെച്ച് പഠിച്ചു പോയ കുട്ടികളാണെങ്കിലും നമ്മുടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ നടത്തിയിട്ടുള്ള കുസാറ്റ് മോക്ക് പഠിച്ചു പോയ കുട്ടികളാണെങ്കിലും ഇംഗ്ലീഷിൻ്റെ ഏരിയയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെയാണ് വന്നിട്ടുള്ളൂ. 1-2 ചെറിയ, അതായത് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷിലെ GK ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തത് വന്നുവെങ്കിലും ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രോപ്പറായിട്ടുള്ള കോച്ചിങ് എടുത്ത ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഈസി ടു കുറച്ച് ബുദ്ധിമുട്ടിച്ചു എന്ന് മാത്രം പറയാൻ പറ്റുന്ന ഒരു നിലയ്ക്ക് അത്ര മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സോ ഓരോ സബ്ജക്റ്റ് എക്സ്പേർട്സും ഇവിടെ വന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ കുസാറ്റ് 5 ഇയർ ആണെങ്കിലും 3 ഇയർ ആണെങ്കിലും ഇപ്പോൾ നിങ്ങൾക്കൊരു ഓവറോൾ അനാലിസിസ് കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾ എങ്ങനെ വന്നു, നിങ്ങളുടെ സ്കോർ ഏകദേശം എത്ര വരും എന്നൊക്കെയുള്ളതിനെക്കുറിച്ചൊരു ഏകദേശ ധാരണ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. ഇനിയിപ്പോൾ എഴുതി കഴിഞ്ഞ എക്സാമിൻ്റെ സ്കോർ എങ്ങനെ വരും എന്നൊന്നും ഓർത്ത് ആരും ടെൻഷൻ അടിക്കേണ്ട. നിങ്ങളുടെ മുന്നിൽ വലിയൊരു അവസരം തന്നെ ഇനിയും വരാനുള്ളതുണ്ട്. അതിൽ പിന്നെ ക്ലീ പോലുള്ള അവസാനം നടക്കാനുള്ള, ഒരുപാട് കഴിഞ്ഞാണ് ക്ലീ ഒക്കെ പൊതുവേ നടക്കാറുള്ളത്. ക്ലീ നടക്കാനുണ്ട്, കണ്ണൂർ യൂണിവേഴ്സിറ്റിയും മറ്റ് LLB എൻട്രൻസ് പരീക്ഷകളൊക്കെ നടക്കാനുണ്ട്. കുസാറ്റിൻ്റെ കേരളത്തിലെ ആദ്യത്തെ ഒരു എക്സാം എഴുതിയ, അതായത് ഒരു വലിയ LLB എക്സാം ആദ്യത്തേത് എഴുതിയ ഒരാളെന്നുള്ള നിലയ്ക്ക് ഒരിത്തിരി നിങ്ങൾക്ക് ടഫാണെങ്കിൽ പോലും ഇനി വരുന്ന എക്സാമുകൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി ഒരു തയ്യാറെടുപ്പ് നിങ്ങൾ നടത്തിയാൽ മതി. ഞങ്ങളുടെ ഒരു അനാലിസിസിൽ ജോബ് സെക്യൂർ ടീമിന് മനസ്സിലായത് കുസാറ്റ് LLB എൻട്രൻസ് 5 ഇയർ ആണെങ്കിലും 3 ഇയർ ആണെങ്കിലും ഈസി തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി വരുന്ന മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ലോ എമിനൻസ് ജോബ് സെക്യൂർ ഒപ്പം തന്നെ തയ്യാറെടുക്കാൻ സാധിക്കും. ഈ വരുന്ന മെയ് 15 ഞങ്ങളുടെ പുതിയ ബാച്ച് ഓൺലൈനിലും ഓഫ്ലൈനിലും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലോ എമിനൻസ് ജോബ് സെക്യൂറായി ബന്ധപ്പെടാം. അഡ്മിഷൻസും രജിസ്ട്രേഷൻസും ഇപ്പോൾ ഓപ്പൺ ആണ്. അപ്പോൾ ഇനിയുള്ള അടുത്ത ഒരു വരാൻ പോകുന്ന പരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പുകൾ നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ആകാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ ജോബ് സെക്യൂരിറ്റിയുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അത് ലഭിക്കുന്നതിനായി ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ചാനലും ഒന്ന് ഫോളോ ചെയ്യുക. താങ്ക്